ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഖത്തറിൽ വന്നിട്ട് അല്ല അങ്ങനെ ശരിക്കും. പക്ഷെ ചെയ്തു വെച്ചിരിക്കുന്ന 40 വർഷങ്ങളിൽ ഞങ്ങള് ഈ റേഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തുടങ്ങുന്ന സമയത്ത് പലരിൽ നിന്നുമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് കേട്ടു തുടങ്ങി. പേര് കേൾക്കുന്നതെന്ന് വെച്ചാൽ അത് ജോബച്ചായൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ജോബച്ചായൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്തു. ജോബച്ചായൻ ഇന്നലെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് ആദ്യം കേട്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു ദിവസമാണ് ഇദ്ദേഹമാണ് ജോബച്ചായൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തലേ ദിവസം ബ്ലഡ് ആവശ്യമുണ്ടായിട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഓരോ തരത്തിലും ഇവിടെയുള്ള മലയാളി സമൂഹം എന്ന് മാത്രമല്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട് ബംഗാളി സഹോദരനെ സഹായിച്ച ജോബച്ചനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഏത് തരത്തിൽ ഏത് ആളെന്നില്ല, ഒരു മനുഷ്യനാണെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഇദ്ദേഹം അത് ഇടപെട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് ഇടക്ക് വിളിച്ചിട്ട് ജോബച്ചായന്റെ ഒരു ചെറിയൊരു ഗൈഡൻസ് ഏതൊക്കെയോ രൂപത്തിൽ പേഴ്സണലി ഓരോ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വരും. അപ്പോൾ അങ്ങോട്ട് ഒരുപക്ഷെ എന്താ പറയുക, ഒരു ഫാദർലി ഫിഗർ ആയിട്ടൊക്കെ കാണുന്ന ഖത്തറിലുള്ള ഒരു ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളിൽ ആയിട്ടാണ് നമ്മൾ ജോബച്ചായനെ കാണാറുള്ളത്. പല പ്രോഗ്രാമൊന്നും നമുക്ക് എങ്ങനെ സ്കിപ്പ് ചെയ്യാന്ന് തോന്നുമ്പോൾ ഇന്നലെ നിഷാദ് ഭായി ഇത് പറഞ്ഞപ്പോൾ, ഇന്ന് രാവിലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ജോബച്ചായന്റെ പരിപാടിക്ക് ഇങ്ങനെ വേറൊന്നും പറയുന്നില്ല, വരും എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഈ ഹാളിൽ ആദ്യമായിട്ട് എത്തിയതും ഇന്ന് ഞാൻ തന്നെയാണ്. ഇന്ന് ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല. എന്തായാലും ജോബച്ചായ, ഞങ്ങൾ നിങ്ങളിൽ വേറെ കുറെ എന്താ പറയുന്ന ഒരു ഇൻസ്പിറേഷൻ കാണുന്നുണ്ട്. ആ ഇൻസ്പിറേഷനിലൂടെ തന്നെ ഞങ്ങൾക്കും നിങ്ങളെ പോലെയെങ്കിലും ആവാൻ സാധിക്കട്ടെ എന്നുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ്ങും കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നുള്ളതാണ് പറയാനുള്ളത്. താങ്ക് യു.